ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗ് ചെയ്യാണ്. നമ്മൾ തൃശ്ശൂർ പോവാണ്. തൃശ്ശൂർ പോകുന്ന ചെറിയൊരു വ്ളോഗ് കേട്ടോ. അപ്പം ഞാനുണ്ട്, കുട്ടികളുണ്ട്, പിന്നെ എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ വഴിയെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന വീഡിയോസൊക്കെ ആയിട്ട് ഇന്നത്തെ വ്ളോഗ്. ഹലോ ഗൈസ്, അനുവിന്റെ ബാഗ് പോയി തള്ളിട്ട് ഗൈസ്. അപ്പൊ ആക്ച്വലി ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ പോകാൻ കാരണം എൻ്റെ ഫ്രണ്ടിന്റെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അത് ഓപ്പൺ ആയിട്ട് കുറെ ആയി വിളിക്കുന്നു, അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം. അപ്പൊ അതിനാണ് മെയിനായിട്ട് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കറങ്ങും. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ ഞങ്ങൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഇവൻ പിടിയും ബീഫും ആണ് ഓർഡർ ചെയ്തത്. ഇവിടെ സ്പെഷ്യൽ പിടിയും ബീഫൊക്കെ ഉണ്ട് കേട്ടോ. മീൽസ് പറഞ്ഞു, സ്പെഷ്യൽ മീൽ പറഞ്ഞു. ആള് എന്താ പറഞ്ഞാൽ ബിരിയാണി, പിന്നെ ചിക്കൻ ബിരിയാണി പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മളിത് കട്ട വെയിറ്റിംഗാണ്. നല്ല വിശപ്പുണ്ട്. 1 മണി ആയിട്ടുള്ളൂ, സമയം 1:19 പക്ഷെ നല്ല വിശപ്പുണ്ട് അല്ലേ. അങ്ങനെ പിടിയും ബീഫും പാച്ചുവിൻ്റെ പിന്നീട് ഇരിക്കുന്നത് എന്തൊരു കത്തി ചിക്കൻ ബിരിയാണി. അറിയാം ചിക്കനാണ്. ബിരിയാണിയാണ്. ഇവര് ചിക്കൻ കറിയാണേ. കഴിക്കടാ, സദ്യ വിളമ്പണം നോക്കട്ടെ. പാൽക്കപ്പല്ല, അത് പിടിയാ. പിടി തന്നെ നോക്കട്ടെ. ഏയ് തീർക്കുമല്ലോ. ശർക്കര ഇരട്ടി, എൻ്റെ ശർക്കര ഇരട്ടിയൊക്കെ പോവും. ശർക്കര ഇരട്ടി സ്പെഷ്യല്. ഏയ് അതെ, നീ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് സദ്യ വെച്ചിട്ട് ക്ഷമല്ലായിരിക്കും. ഞാൻ സെർവ് ചെയ്ത് തരാം അവൾക്ക്. ചാറ് പുളിയിഞ്ചി അവിടെ നിൽക്ക് തന്നെ, അത് വിളമ്പി കഴിയട്ടെ. ചമ്മന്തി, എൻ്റെ അവിയൽ, എന്താ സാധനം കാളൻ, ഒന്ന് നീക്കി തരണം.
ഇതല്ലേ ഓലൻ? അതാണ് ഓലൻ. പച്ചടി കിച്ചടി ഇതാണ് ഓലൻ. സംഗീത ഇതാണ് ഓലൻ. എനക്കറിയില്ലെന്ന് വിചാരിച്ച ഞാൻ. മതി 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 മതി. ചെമ്പ് ചോറും ബിരിയാണി എന്നിട്ട് വരുത്തറ വരുത്തറ. പപ്പടം എന്താ പോയ? ഓക്കെ കഴിഞ്ഞ സാമ്പാർ അല്ലാതെ എന്താ? സാമ്പാർ അല്ലാണ്ട് വേറെ എന്താ? ഇതെല്ലാം ഉള്ളു. സൈഡിൽ വെച്ചാൽ മതി കുറച്ച്. ഞാൻ പരിപ്പുണ്ടോന്നൊക്കെ ചോദിച്ചത്. അതൊക്കെ മതി മതി. ഓക്കെ, അപ്പൊ നമുക്ക് കഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, സൂപ്പർ ഫുഡായിരുന്നു. കുറേ നാളായിട്ട് അങ്ങനെ ഒരു ഹെവി മീൽ കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു, സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അത് കൂടാതെ തന്നെ അവരുടെ സർവീസും ഒക്കെ എല്ലാം തന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിനി നേരെ ഒരു സ്ഥലത്തൂടെ പോകാനുണ്ട്. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വീഡിയോയുടെ ലാസ്റ്റ് കണ്ടാൽ മതി. ജസ്റ്റ് എന്തായാലും തൃശ്ശൂർ വരെ വന്നത് കൊണ്ട് നമുക്ക് എന്തായാലും അവിടെയും കൂടി പോയിട്ട് പോകാമെന്നുള്ള ഒരു കാര്യം തീരുമാനിച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ. കാരണം ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല, ഈ നേരെ അങ്ങോട്ടേക്ക്. അപ്പോൾ അതായത് ഇത് സ്ഥലം നിങ്ങൾ കണ്ടോളൂ. നല്ല മഴയൊക്കെ വരാൻ പോകുന്ന പോലെ ഉണ്ടായിരുന്നു, നല്ല യാത്രയായിരുന്നു. എന്തുകൊണ്ടും സൂപ്പറായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ഒരു കൊച്ചി യാത്ര. അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ നമുക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇപ്പൊ കഴിച്ചതോ? അങ്ങനെ എന്താ കയ്യില്? മറ്റേ കയ്യില് കാടൊന്നും ഇപ്പൊ കയറാൻ സമയമില്ല, നമുക്ക് പോണ്ടേ. നമ്മളിനി എത്തുമ്പോ തന്നെ 6 മണിയാവും. അവന് യൂണിഫോമിന്റെ പാൻസ് ഒക്കെ എടുക്കാൻ പോവാ. നെക്സ്റ്റ് മന്ത് പോവല്ലോ. വാവ്, പക്ഷെ ഇവിടുത്തെ സീനറി ഒരു രക്ഷയില്ല അല്ലേ? സ്ഥലം അടിപൊളിയല്ലേ? എന്ത് രസമുള്ള സ്ഥലം അല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. കുതിരാൻതുരങ്കം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ. തൃശ്ശൂരിൽ നിന്ന് 19 കിലോമീറ്റർ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ്. അപ്പോൾ നമുക്ക് അടുത്തുള്ള എന്തെങ്കിലും ഒരു സ്ഥലം കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുതിരാൻതുരങ്കം കണ്ടിട്ടുണ്ടായിരുന്നില്ല, കുട്ടികളും ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പ്ലാൻ ചെയ്തു. എന്തായാലും അടിപൊളിയായി, നമ്മുടെ ആ സമയം നഷ്ടപ്പെട്ടിട്ടില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൂടാതെ തന്നെ ആ ഒരു ഭാഗത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാം. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.